പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആദ്യം തന്നെ ഒരു ക്ഷമാപണത്തോടെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ചില നാളുകളായിട്ട് ചില ടെക്നിക്കൽ എറർ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രഭാത സന്ദേശം അയക്കാൻ കഴിയാതിരുന്നത്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി അത് മുടങ്ങാതെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ചോദിക്കുന്നു. ഒരു പ്രഭാതം കൂടി കർത്താവ് നമുക്ക് തന്നതോർത്ത് കർത്താവിന് നന്ദിയോടെ സ്നേഹത്തോടെ ആയുസ്സിനെ ആരോഗ്യത്തെ അനേകർക്ക് ലഭിക്കാതെ ഈ ഭാഗ്യം തന്നതിന് ആയുസ്സിനെ ആരോഗ്യത്തെ തന്ന് നമ്മളെ അനുഗ്രഹിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി തന്ന കർത്താവിന് നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ദൈവവചന ചിന്തയോടെ ആരംഭിക്കുന്നതിനായി ഒരു വേദവചന ചിന്തയിലേക്ക് കടക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യം. ഐസയ്യ ചാപ്റ്റർ 42 വേഴ്സ് 16. ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയും ആക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. ദൈവം തമ്പുരാൻ യെശയ്യാവിലൂടെ ജനത്തോട് പറയുന്ന ഒരരുളപ്പാടാണ് ഈ നാം വായിച്ചു കേട്ട വാക്കുകൾ. നമുക്ക് പരിചിതമാണ്. എന്നാൽ ഇതിനകത്ത് ഈ വാക്ക് കേൾക്കുന്നതിന് മുമ്പ് അതിനകത്ത് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ, 3 പദപ്രയോഗങ്ങൾ, 3 സ്റ്റേറ്റ്മെൻറ്റുകൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സത്യസന്ധമായ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ. ഒന്ന്, തമ്പുരാൻ പറയുന്നു, കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും. കുരുടന്മാർക്ക് എന്തായാലും വഴി അറിയില്ല. അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരാളുടെ സഹായമില്ലാതെ പോകാനും പറ്റില്ല. അവർക്ക് വഴി അറിയില്ല. പിന്നെ എങ്ങനെ അവരെ അറിയാത്ത വഴിയിൽ കൂടി നടത്തുന്നു എന്നതിൻ്റെ അർത്ഥം, ഇവിടെ ഈ കുരുടന്മാരെന്ന് പറയുന്നത് സത്യത്തിൽ കണ്ണില്ലാത്ത, കാണാൻ കഴിയില്ലാത്ത കുരുടന്മാരല്ല. പ്രത്യുത അല്ലെങ്കിൽ വഴിയാത്രയ്ക്കകത്ത് പോകുന്ന വഴിയിൽ വഴി അടഞ്ഞിരിക്കുന്ന, മുന്നോട്ട് പോകാൻ വഴി കാണാതെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കുമെന്ന് ചഞ്ചലപ്പെട്ട് അടുത്ത ഒരു കാല് വയ്ക്കാൻ, ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ ഇടയില്ലാതെ നിൽക്കുന്ന, മുൻപോട്ട് വഴി കാണാതിരിക്കുന്ന, എല്ലാ വഴിയും അടഞ്ഞ് ഒരു വഴിക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നറിയാതെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന അവരെ നോക്കിക്കൊണ്ടാ പറയുന്നേ, കുരുടന്മാരെ, അല്ലേ നിനക്ക് മുൻപോട്ട് പോകാൻ വഴിയില്ലാതിരിക്കുന്നിടത്ത് മുൻപോട്ട് പോകാൻ അറിയാത്ത വഴിയിൽ കൂടി നടത്തുന്ന ഒരു ദൈവം നിനക്കുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1. 2, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഇന്ന് വരെ പോയിട്ടില്ലാത്ത പാത, ഈ പാതയിൽ കൂടെ പോകാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷേ ഇല്ലാത്തൊരു പാത നിനക്ക് വേണ്ടി വെട്ടി തുറന്ന് അതിലൂടെ നിന്നെ സഞ്ചരിക്കുമാറാക്കും, നിന്നെ വഴി നടത്തുമാറാക്കും. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്, അറിയാത്ത പാതയിൽ സഞ്ചരിക്കുമാറാക്കും. 3, ഒരു കുരുടനായിരിക്കുന്നയാളുടെ പ്രത്യേകത, അവനൊന്നും കാണാൻ കഴിയത്തില്ല, ഇരുട്ട് മാത്രമായിരിക്കും. ഇരുട്ടു മാത്രമായി ഇരിക്കുമ്പോൾ ദാവീദിന്റെ ഭാഷയിൽ അതിനെ പറഞ്ഞാൽ കൂരിരുളിന്റെ താഴ്വര. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മരണത്തിന്റെ താഴ്വര, കൂരിരുളിന്റെ താഴ്വര. കൂരിരുൾ താഴ്വരയിൽ കൂടി, അതെ, കൂരിരുൾ താഴ്വര, യെസ്, ആ കൂരിരുൾ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ അതെ മുമ്പിൽ പ്രകാശമായി. അതാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഇരുട്ടിനെ വെളിച്ചവും, പിന്നെ ആ പോകുന്ന പാതകളിൽ മലയായി, അല്ലെങ്കിൽ ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ ദുർഘടമായി, വഴിയില്ലാതെ തടസ്സമായി നിൽക്കുന്ന ഇടത്തെ മാറ്റി സമഭൂമിയാക്കി തീർക്കും. വഴിയില്ലാത്തടത്ത് വഴിയുണ്ടാക്കുമെന്നർത്ഥം. ഒന്ന് ചിന്തിച്ചേ, 2 സംഭവങ്ങൾ കാണാം. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായത്തിൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ട്, 14 ദിവസമായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ രക്ഷപ്പെടുമെന്നുള്ള ആശ പോയി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മരണത്തെ മുഖാമുഖം കണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ആകുലപ്പെട്ട് ചഞ്ചലപ്പെട്ട് ജീവിതത്തെ മരണത്തിന്റെ മുമ്പിൽ കണ്ടു നിൽക്കുന്ന ആ ജനത്തോട് പൗലോസ് പറയുന്ന വാക്കുണ്ട്, ഈ കഴിഞ്ഞ രാത്രി, ഈ രാത്രിയിൽ ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എൻ്റെ ഉടയവനുമായ യഹോവയുടെ ദൂതൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രാണന് കേടു വരികയില്ല എന്ന്. ചരക്കുകൾ പോകും, കപ്പലില്ലാതെ പോകും, എന്നാൽ പ്രാണന് കേടു വരത്തില്ല, അറിയാത്ത വഴിയിൽ നടത്തുമെന്ന്.
ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത മാൾട്ട ദ്വീപിലേക്ക് വഴി നടത്തുമെന്ന്, ഇരുട്ടിനെ പ്രകാശമാക്കും, പാതയില്ലാത്തിടത്ത് പാതയുണ്ടാക്കുമെന്ന്. ഈ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മുഴുവൻ ചെങ്കടലിന്റെ തീരത്ത് വന്ന് നിൽക്കുമ്പോ വഴിയില്ല, മുൻപോട്ട് പോകാൻ വഴിയില്ല, എല്ലാ വഴിയും അടഞ്ഞു. പിൻപിൽ ഫറവോനും സൈന്യവും, എല്ലാ വഴിയും അടഞ്ഞു. ഇനിയൊരു വഴിയില്ല മുന്നോട്ട് പോകാൻ, തിരിച്ചു പോകാൻ പറ്റത്തില്ല. എങ്ങോട്ട് പോകണമെന്നറിയാതെ, വഴിയറിയാതെ കുഴങ്ങി നിൽക്കുന്ന ആ ജനത്തിന്റെ നടുക്കൽ ദൈവം വന്നിട്ട് പറയുക, ഈ വഴിയെ നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ, ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാ, ഒരു വഴി ഒരുക്കുകയാ. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മോശ കാണാത്ത, അഹ്റോൻ കാണാത്ത, ആ ഇസ്രായേൽ മക്കൾ കാണാത്ത, ഫറവോ പോലും കണ്ടുപിടിക്കാത്ത ഒരു വഴി ഒരൊറ്റ രാത്രി കൊണ്ട് തമ്പുരാൻ ദൈവജനത്തിന് വേണ്ടി ഒരുക്കാൻ. ദുർഘടങ്ങളെ നിരപ്പാക്കി വഴിയില്ല എന്ന് പറയുന്ന ഇടത്ത്, ഇരുട്ടായി കിടക്കുന്ന ഇടത്ത് വഴി ഒരുക്കുന്ന ദൈവം ഒരു വഴി ഒരുക്കുകയാ. വഴിയില്ലെന്ന് പറഞ്ഞ ഇടത്തൊരു വഴി ഒരുക്കുകയാ. മോശ നിലവിളിച്ചു, ദൈവമേ ഞാൻ എന്താ ചെയ്യണ്ടേ? മോശയോട് ദൈവം പറഞ്ഞു, നീ നിലവിളിക്കുന്നത് എന്തിനാ മോശേ? ജനത്തോട് മുന്നോട്ട് പോകാൻ കൽപ്പിക്കുക. ജനമെല്ലാം പിറുപിറുത്ത് വഴിയില്ലാതിരിക്കുമ്പോ, കുഞ്ഞെ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോ ആ സെന്റൻസ് ആവർത്തിച്ചു പറയട്ടെ, വഴിയില്ലാത്തിടത്ത് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമുണ്ട്. ആ വാചകമാ ആവർത്തിക്കട്ടെ. കുരുടന്മാർ അവർ അറിയാത്ത വഴിയിൽ കൂടി നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. 3, അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും. ഇരുട്ടിനെ വെളിച്ചമെന്ന് പറഞ്ഞാൽ ദാവീദിന്റെ ഭാഷയിൽ 27-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, അവനെന്റെ വെളിച്ചം, എന്റെ ജീവന്റെ ബലം. യേശു സ്വന്തമായി അവകാശവാദം പറഞ്ഞ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. യെസ്, അതാ നമ്മുടെ വെളിച്ചം. നീതി സൂര്യന്റെ വെളിച്ചം, അതാണ് ആ വെളിച്ചം. ഇരുട്ടിനെ വെളിച്ചമായി നമ്മുടെ മുൻപിൽ ഒരുവൻ യാത്ര ചെയ്യും. അത് നസ്രയനായ യേശു, നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു. ദുർഘടങ്ങളെ നിരപ്പാക്കും. വഴിയില്ലെന്ന് പറയുന്നിടത്ത് വഴിയൊരുക്കും. ഈ 3 സ്റ്റേറ്റ്മെന്റ് ഹൃദയത്തിൽ വെച്ചിട്ട് 4-ാമത് വാക്യത്തിന്റെ അവസാനം അടിവരയിടുന്ന, അരക്കിട്ടുറപ്പിക്കുന്ന, സിമെന്റും ചാന്തും ചേർത്ത് ഉറപ്പിക്കുന്നത് പോലെ അരക്കിട്ടുറപ്പിക്കുന്ന, അടിവരയിട്ടുറപ്പിക്കുന്ന ഒരു സെന്റൻസ് അവസാനം ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ വചനങ്ങളെ കളയാതെ നിവർത്തിക്കും. അത് ഹൃദയത്തിൽ തട്ടുന്നവർ നെഞ്ചത്ത് കൈവച്ച് ചേർത്ത് പറ, എനിക്ക് ഈ വചനങ്ങളെ ദൈവം എനിക്ക് വേണ്ടി നിവർത്തിക്കും. ഈ വചനങ്ങളെ ദൈവം എനിക്ക് വേണ്ടി നിവർത്തിക്കും. ആത്മാവിലെ വാക്ക് ഏറ്റെടുത്ത് നേരെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയട്ടെ, എനിക്ക് വേണ്ടി ദൈവം ഈ വചനങ്ങളെ നിവർത്തിക്കും. കുഞ്ഞേ, വഴിയില്ലാതിരിക്കുന്നിടത്ത്, മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയാതിരിക്കുന്നിടത്ത്, നിനക്ക് സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്തയിടത്ത് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമുണ്ട്. നിനക്ക് വേണ്ടി വഴി ഒരുക്കുന്ന ദൈവമുണ്ട്. നിനക്ക് വേണ്ടി വചനം വിട്ടുകളയാതെ നിവർത്തിക്കുന്ന ദൈവമുണ്ട്. വിട്ടുകളയാതെ നിനക്ക് വേണ്ടി വചനം നിവർത്തിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വിട്ടുകളയാതെ ഇത് നിവർത്തിക്കുന്ന ദൈവം കൂടെയുണ്ട്. അത് ആത്മാവിൽ എനിക്കിത് നിവർത്തിക്കുമെന്ന് ആത്മാവിൽ ഏറ്റെടുക്കാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഈ എൻ്റെ വചനമാണത്, ദൈവം എനിക്ക് വേണ്ടി നിവർത്തിക്കുമെന്ന് ഹൃദയത്തിൽ നിരൂപിക്കുന്നവരെ ആത്മാവിൽ അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നു. അറിയാത്ത വഴിയിൽ നടത്തും, ദുർഘടങ്ങളെ നിരപ്പാക്കും, ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റും, വഴിയില്ലാത്തടത്ത് വഴികൾ തുറക്കും. ആത്മാവിൽ അത് സംഭവിക്കുന്നതിനായി സ്തോത്രം. ദൈവം അത് നിവർത്തിക്കും. എൻ്റെ ഈ വചനബന്ധം ഏറ്റെടുക്കുന്ന ആ ജനത്തെ ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം കൂടി ഇരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അസാധാരണ സാന്നിധ്യം കൂടി നിറയ്ക്കും. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കും. ദൈവകരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിൻ്റെ വിശാലമായ ചിറകടിയിൽ നമ്മളെ മറയ്ക്കട്ടെ, സംരക്ഷിക്കപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.